എല്ലാവർക്കും നമസ്കാരം. വാസ്തുശാസ്ത്ര പ്രകാരം 8 ദിക്കുകളിലും ഏറ്റവും ശക്തിയേറിയ ദിക്കാണ് കന്നിമൂല എന്ന് പറയുന്നത്. നിങ്ങൾ എവിടെ താമസിച്ചാലും നിങ്ങളുടെ കന്നിമൂലയിൽ, നിങ്ങളുടെ വീടിൻ്റെ കന്നിമൂലയിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നും അശുഭകരമായിട്ടുള്ള പല അനുഭവങ്ങളെയും തരണം ചെയ്യേണ്ടതായിട്ട് വരും. ഒന്നുകിൽ കടങ്ങളാകാം, അല്ലെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ടവര് നിങ്ങളിൽ നിന്ന് പിണങ്ങി പിരിഞ്ഞു പോകുന്നതാകാം. അങ്ങനെ പല രീതിയിലുള്ള ദോഷങ്ങൾ നിങ്ങൾക്ക് വന്നു ഭവിക്കും എന്നുള്ളതാണ്. കടമാണെങ്കിൽ ഡെയിലി കടം കൂടിക്കൊണ്ടേയിരിക്കും. ഒരു രീതിയിലും നിങ്ങൾക്കൊരു മേൽഗതി ഉണ്ടാവുകയില്ല. എന്തൊക്കെയോ പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. എത്രയൊക്കെ അധ്വാനിച്ചിട്ടും എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫലം അനുഭവിക്കാൻ ഭാഗ്യമുണ്ടാവുന്നില്ല. കുട്ടികളുടെ കാര്യത്തിലായാലും ഭാര്യാഭർത്തൃ ബന്ധമായാലും അതുപോലെ ധനം വരുന്ന രീതിയാണെങ്കിലും എല്ലാ രീതിയിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തന്നെ സംഭവിക്കും. അതുകൊണ്ട് കന്നിമൂലയിൽ ചില കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് ധനം വന്നു ചേരുകയും നിങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാവുകയും സമ്പത്തുണ്ടാവുകയും ഒക്കെ നേട്ടമായി നിങ്ങൾക്ക് അനുഭവപ്പെട്ടു തുടങ്ങും. ഇനിയെങ്കിലും നിങ്ങളുടെ വീടുകളിലെ കന്നിമൂലയിൽ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കന്നിമൂലയിൽ നമ്മൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും അതോടൊപ്പം തന്നെ നമുക്ക് എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും ധനനേട്ടവും ഉണ്ടാവാനായിട്ട് കന്നിമൂലയിൽ നമ്മൾ ചെയ്യേണ്ട 3 കാര്യത്തെക്കുറിച്ചുമാണ്. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ കന്നിമൂലയിൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള അഭിവൃദ്ധിയും ഉണ്ടാകും, ധനനേട്ടം ഉണ്ടാകും, എല്ലാ മേഖലയിലും വിജയം കൈവരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് കന്നിമൂലയിൽ ശ്രദ്ധിക്കേണ്ടത്, അതുപോലെ തന്നെ ആ ചെയ്യേണ്ട 3 കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഏറ്റവും ആദ്യം തന്നെ കന്നിമൂലയിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം കന്നിമൂല ഭാഗം വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ്. ആ ഒരു ഭാഗം നിങ്ങൾ എപ്പോഴും വൃത്തിയോടെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ ചില കുട്ടികൾ ഉണ്ടാവും, മുതിർന്നവരും ഉണ്ടാകാം, കന്നിമൂലയിൽ പോയിട്ട് മൂത്രമൊഴിക്കുന്നവർ. ഒരിക്കലും കന്നിമൂലയിൽ മലമൂത്ര വിസർജനം ചെയ്യാനായിട്ട് പാടില്ല. അത് വളരെ വളരെ ദോഷകരമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ വീണു കഴിഞ്ഞാൽ നമുക്ക് ദുരിതങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ്. ഒരു രീതിയിലും നമുക്ക് ഒരു മേൽഗതി ഉണ്ടാവുകയില്ല. എല്ലാ രീതിയിലും നമുക്ക് താഴ്പോട്ട് നമ്മൾ പോയിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. നമുക്ക് ഒരു ഉയർച്ചയും നമ്മുടെ ജീവിതത്തിൽ വന്നു കയറില്ല. കന്നിമൂലയിൽ വെള്ളം കെട്ടിക്കിടക്കുക, അതുപോലെ കിണർ വരിക, അഴുക്കുചാലുകൾ വരിക, നമ്മുടെ ടോയ്ലറ്റിൻ്റെ ടാങ്ക് വരിക, അതുപോലെ കുഴികൾ ഉണ്ടാവുക, ഇതൊന്നും തന്നെ കന്നിമൂലയിൽ വരാനായിട്ട് പാടില്ല. ഇതൊക്കെ നമുക്ക് ധനനാശം സംഭവിക്കാൻ ഇടയാക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ നശിച്ചു പോകാൻ വരെ കാരണമായി തീരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെയും. നമ്മുടെ കടങ്ങളൊക്കെ കൂടി വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ആരുമായിട്ടും അങ്ങോട്ട് വഴക്കിന് പോകേണ്ട ആവശ്യമില്ല, അവരിങ്ങോട്ട് വഴക്കിന് വരും. നമുക്ക് ഒരു സ്വസ്ഥതയും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുകയില്ല. ഇനി സ്ത്രീകളുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ എന്നും അസുഖങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. കന്നിമൂലയിൽ ഒരു കാരണവശാലും അല്പം പോലും അഴുക്ക് വന്ന് വീഴുവാൻ പാടില്ല. അത് നിങ്ങളുടെ ജീവിതത്തെ ഒരുപാട് ബാധിക്കും, കാര്യമായി തന്നെ ബാധിക്കും എന്നുള്ളതാണ്. ഒരു രീതിയിലും നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാവുകയില്ല, ഒരു നേട്ടവും നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല. സാമ്പത്തികമായിട്ട് നിങ്ങൾ താഴോട്ട് പോകും. അപ്പോൾ പഠിക്കുന്ന കുട്ടികളൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് പഠിത്തത്തിലൊന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോലും സാധിക്കാത്ത സാഹചര്യങ്ങൾ പോലും ഉണ്ടാകാം. 8 ദിക്കുകളിൽ 7 എണ്ണത്തിൻ്റെയും അധിപൻ ദേവന്മാരാണ്. എന്നാൽ വാസ്തുശാസ്ത്ര പ്രകാരം കന്നിമൂലയുടെ അധിപനായിട്ട് വരുന്നത് അസുരനാണ്. അതുകൊണ്ട് തന്നെയാണ് കന്നിമൂലയ്ക്ക് അത്രമേൽ പ്രാധാന്യമുണ്ട് എന്ന് പറയുന്നത്. ഭൂമിയുടെ പ്രദക്ഷിണ വേദി അനുസരിച്ച് തെക്ക് പടിഞ്ഞാറേ മൂലയിൽ നിന്നും വടക്ക് കിഴക്ക് മൂലയിലേക്കാണ് ഈശാനകോൺ. ഊർജത്തിന്റെ പ്രഭാവം ഉണ്ടാകുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ കന്നിമൂലയിൽ ശൗചാലയം ഊർജത്തെ മലിനമാക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് വാസ്തുശാസ്ത്ര പ്രകാരം ഈ ദിക്കിന് ഇത്രയും ഏറെ പ്രാധാന്യം കൽപ്പിക്കുന്നത്.
നിങ്ങൾ ജീവിതത്തിൽ ഉയരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു കന്നിമൂല ഭാഗം നിങ്ങൾ വളരെയധികം പ്രാധാന്യത്തോടെ കാണേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീടിൻ്റെ കന്നിമൂലയിൽ ഞാൻ ഇന്നിവിടെ പറയുന്ന 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങളിലെ സകല ദോഷങ്ങളും ഇല്ലാതാകും. എല്ലാ രീതിയിലും നിങ്ങൾക്ക് സമൃദ്ധി ഉണ്ടാകും. നമുക്കെല്ലാവർക്കും ചെയ്യാനായിട്ട് സാധിക്കുന്ന കാര്യം തന്നെയാണ്. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ കന്നിമൂലയിൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം തന്നെ മാറി മറിയും. സകല ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഇല്ലാതാവും. ധനം നിങ്ങളെ തേടി വരും. കന്നിമൂലയിൽ ഞാനിന്നിവിടെ പറയുന്ന ഈ വസ്തുക്കൾ വയ്ക്കുന്നതോടുകൂടി ഈ ഗ്രഹത്തിൽ വസിക്കുന്നവരുടെ മാന്യത വർദ്ധിക്കും എന്നുള്ളതാണ്. ധനം ഉയരും, ജീവിതത്തിൽ ഉയർന്ന നിലവാരത്തിലെത്തും, ദോഷങ്ങളൊക്കെയും ഇല്ലാതാകും. കുടുംബത്തിലെ അംഗങ്ങൾക്ക് എല്ലാ രീതിയിലും അഭിവൃദ്ധി ഉണ്ടാകും, എല്ലാ രീതിയിലുള്ള ഉയർച്ചയും ഉണ്ടാകും. അപ്പോൾ അത് എന്താണ് എന്നുള്ളത് നോക്കാം. കന്നിമൂലയിൽ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധനപ്രാപ്തി ഉണ്ടാകും. നിങ്ങൾ സ്വപ്നം കാണുന്നതിനപ്പുറമുള്ള ധനനേട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും. നിങ്ങളുടെ വീട്ടിൽ മദ്യപിക്കുകയോ ലഹരി പദാർത്ഥങ്ങൾ ഏതെങ്കിലും ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കന്നിമൂലയിൽ ഇത്തരം ദോഷങ്ങൾ ഉണ്ട് എന്നതാണ് അതിൻ്റെ പ്രധാന കാരണം. അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ കന്നിമൂലയിൽ ഈ ഒരു ധനവരവിനായാലും നമ്മുടെ ദോഷങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നതിനായാലും ജീവിത വിജയത്തിനായാലും നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വീടിൻ്റെ കന്നിമൂല ഭാഗത്ത് ഒരു തുളസി തൈ കൊണ്ട് നട്ടുപിടിപ്പിക്കുക എന്നുള്ളതാണ്. ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ്. നല്ല രീതിയിൽ വൃത്തിയാക്കി അതിനുശേഷം ഒരു തുളസി തൈ കൊണ്ടുപോയിട്ട് കന്നിമൂല ഭാഗത്ത് നട്ട് വളർത്തുക. ആ ഒരു ചെടി വളരുന്നതിനനുസരിച്ച് നിങ്ങളുടെ വീട്ടിലുള്ള ധനം വളരും എന്നാണ് പറയുന്നത്. നിങ്ങൾ വിജയത്തിലേക്ക് ഉയർന്നുകൊണ്ടേയിരിക്കും. ജീവിതത്തിൽ പല നേട്ടങ്ങളും വന്നു ഭവിക്കും. ഇനി അതോടൊപ്പം തന്നെ രണ്ടാമതായിട്ട് നിങ്ങൾ വച്ചുപിടിപ്പിക്കേണ്ട ചെടി എന്ന് പറയുന്നത് നമ്മുടെ കറുകപ്പുല്ലാണ്. ഒരു മൂട് കറുക കൊണ്ടുപോയിട്ട് ഈ ഒരു കന്നിമൂല ഭാഗത്ത് നട്ടുപിടിപ്പിക്കുക. നിങ്ങൾ ജീവിതത്തിൽ എന്തൊക്കെ തടസ്സങ്ങൾ നേരിടുന്നുണ്ടോ ആ തടസ്സങ്ങളൊക്കെയും ഇല്ലാതാകും. ഇത് ചെയ്തു കഴിഞ്ഞാൽ വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അതിൻ്റെ ആ ഒരു മാറ്റം നിങ്ങൾക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. ഇനി കറുക വച്ച് പിടിപ്പിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കറിയാം കറുക വളരെ പെട്ടെന്ന് വളർന്ന് ഇങ്ങനെ കാട് പോലെ ആകുന്ന ഒരു ചെടിയാണ്. അപ്പോൾ വളരെ വൃത്തിയായിട്ട് വളരെ ചെറിയൊരളവിൽ മാത്രമേ നമ്മൾ കന്നിമൂല ഭാഗത്ത് ഈ ഒരു കറുക വച്ച് പിടിപ്പിക്കേണ്ട ആവശ്യമുള്ളൂ. അത് ഒരുപാട് പടർന്ന് പന്തലിക്കുന്ന സമയത്ത് നിങ്ങളത് പറിച്ചു കൊടുത്ത് ചെറിയൊരു തൈ മാത്രം അവിടെ സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഞാനിത് പറഞ്ഞതുകൊണ്ട് വലിയ കാട് പോലെ കറുക നമ്മൾ കന്നിമൂല ഭാഗത്ത് നട്ട് വളർത്തി കഴിഞ്ഞാൽ അതും ദോഷമായിട്ട് വരും. ഒരു ചെറിയൊരു മൂട് കറുക മാത്രം നമ്മൾ നട്ട് വളർത്തുക. ഒപ്പം അവിടെ ചെടികൾ വച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാലും മറ്റുള്ള ചെടികളൊന്നും നമ്മൾ കന്നിമൂല ഭാഗത്ത് വച്ച് പിടിപ്പിക്കേണ്ട ആവശ്യമില്ല. ഈ പറയുന്ന ഈ 2 ചെടികൾ നിങ്ങൾ വച്ച് പിടിപ്പിച്ച ശേഷം നന്നായിട്ട് വൃത്തിയാക്കാനും മറന്നു പോകരുത്. ഈ ചെടിയുടെ മൂട്ടിലായിട്ട് നമ്മൾ മോശം വെള്ളങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വസ്തുക്കളും കൊണ്ടിടാനും പാടില്ല. ആ ഒരു കാര്യവും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ 2 ചെടികൾ നട്ടുപിടിപ്പിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കന്നിമൂലയ്ക്ക് വളരെ വലിയൊരു പ്രത്യേകതയുണ്ട്. കന്നിമൂലയിൽ പണം സൂക്ഷിച്ചു കഴിഞ്ഞാൽ പണം പെരുകുമെന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അതായത് ധാരാളം പണം വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ധനം കയ്യിൽ നിൽക്കാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ കന്നിമൂലയിൽ ഒരു അലമാര കൊണ്ടുവന്ന് വെച്ച് അതിൽ ധനം സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലേക്ക് എപ്പോഴും ധനം വന്നുകൊണ്ടേയിരിക്കും. ധനത്തിന് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരില്ല. കടബാധ്യതയുണ്ടെങ്കിൽ അതൊക്കെയും ഇല്ലാതാകും. ഇനി അതോടൊപ്പം തന്നെ കന്നിമൂല ഭാഗത്ത് മുക്കുറ്റി നട്ടു വളർത്തുന്നതും ഏറെ ശ്രേഷ്ഠകരമായിട്ടുള്ള കാര്യമാണ്. ഒരു മൂട് മുക്കുറ്റി കൊണ്ടുവന്ന് നമ്മുടെ കന്നിമൂലയിൽ നട്ടു വളർത്തിക്കഴിഞ്ഞാൽ അതിൽ പരം ഐശ്വര്യം വേറെ ഇല്ല എന്നാണ് പറയുന്നത്. ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പ്രതിസന്ധികൾ നേരിടുന്നതിൻ്റെ കാരണം ജീവിതത്തിലേക്ക് തടസ്സങ്ങൾ വരുന്നത് കൊണ്ടാണ് അല്ലേ. നമുക്ക് കയ്യിലേക്ക് ധനം വരാതിരിക്കുന്നതും ഒരു തടസ്സമാണ്. അപ്പോൾ ആ തടസ്സങ്ങളെയൊക്കെ ഇല്ലായ്മ ചെയ്യാനായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മാത്രം മതിയാകും. ഈ കാര്യങ്ങൾ ചെയ്യുക, കന്നിമൂല വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഐശ്വര്യം നിങ്ങളുടെ വീടിനും ആ വീട്ടിൽ താമസിക്കുന്ന ഓരോരുത്തർക്കും ലഭിക്കും.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.